ഏകദേശം 31 വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ അച്ഛനൊക്കെ വാങ്ങാൻ ആഗ്രഹിച്ചൊരു വണ്ടിയാണ് എൻ്റെ ഒപ്പം ഇരിക്കുന്നത്. ഈ 31 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ആ വണ്ടി വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ വണ്ടിയെക്കുറിച്ച് നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. ഇതൊരു സെല്ലിംഗ് വീഡിയോ അല്ല, നമ്മളുടെ മനസ്സിലെ ഒരു കൺസെപ്റ്റും അന്നത്തെ കാലത്തെ വണ്ടി എടുത്തവരുടെ മാനസികാവസ്ഥയും ഇന്ന് ഈ 2026 ഈ വണ്ടി നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴുള്ള സിറ്റുവേഷൻ ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലേക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം പറഞ്ഞുകൊണ്ട് നേരെ വീഡിയോയിലേക്ക്. ഈ ഇരിക്കുന്ന 1995 മോഡൽ ആദ്യകാല സ്പ്ലെൻഡറുകളിൽ ഒന്നാണ്. 1994 ഈ വണ്ടി ഇന്ത്യയിൽ ലോഞ്ച് ആകുന്നത്. ഏകദേശം 3 പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറവും ഈ വണ്ടിക്ക് ഒരുപാട് ആരാധകരുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കൂടെ നോക്കുന്നത് ഈ 3 പതിറ്റാണ്ട് കാലത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റ് കഴിഞ്ഞ ആ വണ്ടി എങ്ങനെ ഇത്രമാത്രം ആളുകളെ സ്വാധീനിച്ചു, എങ്ങനെ ഇത്ര ലക്ഷം വണ്ടികൾ വിറ്റു, ഇന്നും ആൾക്കാർക്ക് എന്താണ് ഇതിനെക്കുറിച്ച് ഇഷ്ടം. ഇതൊരു പരിധി വരെ സ്പ്ലെൻഡറിനെ ഇഷ്ടപ്പെടുന്നവർക്കുള്ള വീഡിയോ ആണ്. ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ സ്പ്ലെൻഡറിനെ ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ബാക്കി കാണാൻ പോകുള്ളൂ. അപ്പം നമ്മളൊപ്പം ഇരിക്കുന്ന 95 വണ്ടിയുടെ വിശേഷം 1995 നമുക്കൊന്ന് തിരിച്ചു പോകാം. അന്നത്തെ കാലത്ത് ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ പൂ പറിക്കുന്ന പോലെ നടക്കുന്ന ഒരു കാര്യം. അന്നത്തെ ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു. ഒന്ന് തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സമാനം അപ്പാടെ പോകുന്ന ഒരു കാര്യം. അന്ന് ആളുകൾ നോക്കിക്കൊണ്ടിരുന്ന നല്ല മൈലേജ് കിട്ടുന്ന, അത്യാവശ്യം മെയിൻ്റനൻസ് കുറവുള്ള, ഒരു 10 തലമുറയ്ക്ക് ഇപ്പുറം ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജനങ്ങളുടെ ഫ്രണ്ടിലേക്ക് 1994 സ്പ്ലെൻഡർ എന്ന പേരിൽ ഹീറോ ഹോണ്ട ഈ വണ്ടി അവതരിപ്പിക്കുന്നത്. ഒരു പക്ഷേ ഹീറോ ഹോണ്ടയുടെ ഓണറും ഞാനും ഒക്കെ ചിന്തിക്കുന്ന ഒരുപോലെ ആയിരിക്കാം. ഒരു വണ്ടി വാങ്ങിച്ചിട്ട് നമുക്ക് എല്ലാ ദിവസവും അതിൻ്റെ പേരിൽ തലവേദന എടുക്കാൻ പാടില്ല. അപ്പോൾ അവരതുകൊണ്ട് തന്നെ ചെയ്ത കാര്യം നമ്മൾ പറഞ്ഞല്ലോ, മൈലേജ്. അത്യാവശ്യം ഒരു 60 മൈലിൽ മേത്ത് കിട്ടുന്ന മൈലേജ്, മെയിൻ്റനൻസ് കുറഞ്ഞ എൻജിൻ എന്ന് വെച്ചാൽ അത്യാവശ്യം പണി കുറവാണ് ഈ വണ്ടിക്ക്. ഇന്നത്തെ പോലെ ഒരുപാട് പ്രശ്നങ്ങളുള്ള വണ്ടിയില്ല. കാരണം ചെറിയ ടെക്നോളജി ആകുമ്പോൾ ചെറിയ പ്രശ്നങ്ങളെ വരുള്ളൂ, വലിയ ടെക്നോളജി ആകുമ്പോൾ വലിയ പ്രശ്നങ്ങളെ വരുള്ളൂ. പിന്നെ വണ്ടിയുടെ വലുപ്പം, നമുക്ക് എഴുന്നേറ്റ് നിന്നാലും കാലിനിടയിൽ കൂടെ സ്വസ്ഥമായിട്ട് ഓടിച്ചിട്ട്, അതായത് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഏറ്റു നിന്നാൽ അടിയിൽ കൂടെ പോകാമെന്ന്, നമുക്ക് അത്രമാത്രം സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു വണ്ടി. പിന്നെ അത്യാവശ്യം പവർ, 97 CC വരുന്ന ഒരു എഞ്ചിന് അന്നത്തെ കാലത്ത് എന്ത് പ്രത്യേകതയാണെന്ന് അന്നത്തെ കാലത്തുള്ളവരോട് ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ. പക്ഷേ ഇന്ന് നമുക്ക് 97 എന്ന് പറയുമ്പോൾ ഒരു എഞ്ചിനല്ല. കാരണം ഇത്രയും 200, 390 ഒക്കെ CC വരുന്ന നമ്മുടെ നോർമൽ റോഡിൽ പോകുന്ന വണ്ടി വെച്ച് നോക്കുമ്പോൾ 97 എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു എഞ്ചിനാണ്. പക്ഷേ ആ കൊച്ചു എഞ്ചിൻ്റെ അകത്തും ഒരു സന്തോഷമുണ്ട്, ഒരു സ്നേഹമുണ്ട്, കുറേ സ്വപ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വണ്ടി അത്രയധികം ആൾക്കാർ ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാര്യങ്ങളൊന്നായിട്ട് നമുക്ക് പറയാം. സ്പ്ലെൻഡർ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങാനുള്ള മെയിനായിട്ടുള്ള ഒരു കാര്യം അതിൻ്റെ മൈലേജ് തന്നെയാണ്. ഇപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന സ്പ്ലെൻഡറിനെ കുറിച്ച് ആളുകൾ കൂടുതൽ അവരുടെ പ്രയോറിറ്റി വരുന്നത് മൈലേജ് പ്ലസ് ഉപയോഗിക്കാനുള്ള കാര്യങ്ങൾ. നമ്മൾ ആദ്യം പറഞ്ഞ മെയിൻ്റനൻസ്. 95 ഇറങ്ങിയ വണ്ടിക്കൊക്കെ ഏകദേശം ഒരു 60 മേളിൽ. ഇപ്പോഴും ഈ വണ്ടി നമ്മൾ മേടിച്ചിട്ട് 1 മാസത്തോളം, ഏകദേശം 60 മേളിൽ നമുക്ക് 60-65 ഈ വണ്ടിക്ക് ആദ്യകാല 95 മോഡൽ വണ്ടി കിട്ടുന്നുണ്ട്. പിന്നെ എഞ്ചിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, 97 സംതിങ് വരുന്ന ഒരു ചെറിയ എഞ്ചിനാണ്. അത് എയർ കൂൾഡ് സാധാ എഞ്ചിനാണ്. വേറെ വലിയ ഫീച്ചേഴ്സ് ഒന്നുമില്ല. കാർബറേറ്ററാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തൊല്ലകളൊന്നുമില്ല. ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഇത് അത്യാവശ്യം ഉപയോഗിക്കുന്നവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് അഭിപ്രായം. കാരണം ഒരു 10 ഫോൺ വന്നാൽ അതിനകത്ത് ഒരു ഫോൺ ഉറപ്പായിട്ട് സ്പ്ലെൻഡർ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. കാരണം വണ്ടിയോട് ആളുകൾക്ക് അത്രമാത്രം ഇഷ്ടമാണ്. അന്ന് വേറെ ഫീച്ചറുകളൊന്നുമില്ല. ഈ വണ്ടിയിലേക്ക് നമ്മൾ ഡിസ്ക് ബ്രേക്ക് ആഡ് ചെയ്ത വണ്ടിയാണ്. നമ്മൾ എക്സ്ട്രാ ഇത് നമ്മൾ എടുക്കുമ്പോൾ ഡിസ്ക് ബ്രേക്ക് ഈ വണ്ടിയിൽ ഇല്ല, നമ്മൾ എടുത്തിട്ട് ഡിസ്ക് ബ്രേക്ക് എക്സ്ട്രാ ചെയ്താണ്. അതുപോലെ നമ്മൾ അലോയ് വീൽ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ കാര്യമാണ്. ഇതൊന്നും ഈ വണ്ടി വന്നപ്പോൾ ഉണ്ടായതല്ല. നമ്മൾ കുറച്ചും കൂടെ കംഫർട്ട്, കാരണം ബ്രേക്ക് ഭയങ്കര ഷോക്കാണ്, ആ ഒരു ഡ്രം ബ്രേക്ക്. അപ്പം അത് കുറച്ചും കൂടെ കംഫർട്ട് ആകുമ്പോൾ നമ്മൾ ഡിസ്ക് ബ്രേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് ഡ്രം തന്നെയാണ്. നമ്മളുടെ ഒരു വണ്ടിയുടെ ലുക്ക് നിങ്ങളുണ്ട്. ഈ ഒരു ലുക്കാണ് അന്നും ആളുകൾ ഇഷ്ടപ്പെടുന്നത്. ഞാൻ പറഞ്ഞത് സെയിൽ വീഡിയോയിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരു സ്പ്ലെൻഡർ നോക്കാൻ പോകുന്ന ആളുകളാണെങ്കിൽ, നിങ്ങളെല്ലാവരും നമ്മളെക്കാളും എക്സ്പെർട്ട് ആളുകളാണ്, എന്നാലും നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളൊരു സ്പ്ലെൻഡർ എടുക്കാൻ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഫസ്റ്റിലെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമേ നോക്കേണ്ട ഷോക്കിന് ഓയിൽ സീൽ പോയിട്ടുണ്ടോ, ഓയിൽ ലീക്ക് ആയിട്ടുണ്ടോ, അതാണ് ഫസ്റ്റിലെ നോക്കേണ്ട കാര്യം. വണ്ടി സെൻറ്റർ സ്റ്റാൻഡേ വെച്ചിട്ട് വണ്ടിക്ക് ചേസ് എന്തെങ്കിലും ബെൻഡ് ഉണ്ടോ നോക്കുക. അതുപോലെ ഷോക്ക് ഓയിൽ സീൽ പോയിട്ടുണ്ടോ നോക്കുക. അതുപോലെ ഇവിടുത്തെ പാക്കിങ് പോയിട്ടുണ്ടോ നോക്കുക ഹെഡിൻ്റെ. അതുപോലെ വണ്ടിയുടെ ഇവിടെ എവിടെയുള്ള ഓയിൽ ലീക്ക് ഉണ്ടോ നോക്കുക. വണ്ടി ന്യൂട്രൽ ഇട്ടിട്ട് നമുക്ക് അത്യാവശ്യം പുക സ്മോക്ക് ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ വണ്ടി കയറിയിരുന്ന് യാത്ര ചെയ്യുമ്പം നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എല്ലാ ഗിയറിലും ക്ലച്ച് ഇറക്കുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ക്ലച്ച് സൈഡിലേക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ ഗിയർ ഷിഫ്റ്റിങ്, ഈ വണ്ടികൾക്കൊക്കെ ശകലം ടൈറ്റ് വരുന്നുണ്ടോ, ഓവർ ടൈറ്റ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഗിയർ സ്ലിപ്പ് ആകുന്നുണ്ടോ എന്ന് നോക്കുക. ബാക്കിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ചെയിൻ സ്പോക്കറ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കുക. പിന്നെ കാർബറേറ്റർ മിസ്സിംഗ് ഉണ്ടോ എന്ന് എടുത്ത് നോക്കുക കേട്ടോ. പക്ഷേ നോർമലി കാർബറേറ്റർ ഇപ്പോൾ പല വണ്ടിക്ക് E20 പ്രശ്നമുണ്ട്, എന്നാലും നിങ്ങൾ അതും കൂടെ നോക്കുക. അതൊക്കെ പരിഹരിക്കാവുന്ന കേസുള്ളൂ. പിന്നെ എഞ്ചിൻ സ്മോക്ക്, അതുപോലെ എസ്പെഷ്യലി ഏറ്റവും കൂടുതൽ ചെക്ക് ചെയ്യേണ്ട കാര്യം വണ്ടിയുടെ ക്രാങ്ക് സൗണ്ട് ഉണ്ടോ എന്ന് നോക്കുക. അത് ഭയങ്കരമായിട്ട് നമുക്ക് പൈസ പോകുന്ന പരിപാടിയാണ്. അപ്പോൾ ക്രാങ്കിന് സൗണ്ട് ഉണ്ടോ, അത്യാവശ്യം അപശബ്ദങ്ങളുണ്ടോ. ഈ വണ്ടിക്കൊക്കെ ഇതിപ്പോൾ യൂറോ 1 സയൻസർ ചെയ്തേക്കുന്ന വണ്ടിയാണ്. ഇതൊക്കെ നല്ല സൈലൻറ്റ് വണ്ടികളാണ്. ഇത് നമ്മൾ കൊടുക്കുന്നില്ല കേട്ടോ. നമ്മളിത് കുറച്ച് നാൾ ഉപയോഗിച്ചിട്ട്
നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു ആഗ്രഹത്തിന് വാങ്ങിച്ച വണ്ടിയാണ്. അപ്പോൾ കുറച്ച് നാൾ ഉപയോഗിച്ചിട്ടേ ഈ വണ്ടി കൊടുക്കും. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പോലും എന്നെ പോലെ ഒരാൾക്ക് ഈ വണ്ടി ഇത്രമാത്രം ഇഷ്ടമാണ്. അപ്പോൾ എന്നെക്കാളും പ്രായം കുറഞ്ഞ ആളുകൾക്ക് ഒരുപാട് ഇഷ്ടമാണ്, എന്നെക്കാളും പ്രായമുള്ളവർക്കും ഇത് ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ആയതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. നമ്മൾ സ്വന്തമാക്കിയതിൻ്റെ സന്തോഷവും നമുക്കുണ്ട്. അതിനൊപ്പം ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറയണമെന്ന് തോന്നി. പലപ്പോഴും നമ്മൾ ന്യൂ ജനറേഷൻ സ്പ്ലെൻഡറോ, എനിക്ക് തോന്നുന്നത് നമ്മുടെ ഏരിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ വീഡിയോസ് ചെയ്യുന്ന ആളുകളിലൊന്നും നമ്മളാണ്. പക്ഷേങ്കിൽ ഈ ആദ്യ കാല 95, 94 വണ്ടിയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ ഒരിക്കലും ഓർക്കുക, ഇതിപ്പോൾ 2026 നിങ്ങൾ എടുക്കുമ്പോൾ ഇതിനെക്കുറിച്ചും കൂടെ അറിഞ്ഞിരിക്കുക. കാരണം ഇത് 1995 ആളുകളുടെ കൺസെപ്റ്റിൽ പണിത ഒരു വണ്ടി, നിർമ്മിച്ച ഒരു വണ്ടിയാണ്. അന്നത്തെ കാലത്തിൽ ഇന്ന് വരെ ആളുകൾക്ക് അതിൻ്റെ അകത്ത് ഇഷ്ടക്കുറവൊന്നും ഉണ്ടായില്ല. ഞാൻ പറഞ്ഞത്, അതായത് വണ്ടിക്ക് വെയിറ്റ് കുറവാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ ബ്രേക്ക് ഡ്രമ്മാണ്. ഇപ്പം നമ്മളൊക്കെ അപ്ഗ്രേഡ് ചെയ്താൽ കുറച്ചുകൂടെ കംഫർട്ടാണ്. കൈ കൊടുത്തു കഴിഞ്ഞാൽ റോക്കറ്റ് പോലെ ഒന്നും കയറത്തില്ല. സമാധാനപരമായ കാര്യങ്ങൾ ചിന്തിച്ച് സമാധാനമായിട്ട് പോകാൻ പറ്റുന്ന ഒരു വണ്ടിയായിട്ടാണ് അന്ന് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നും അതുപോലൊരു കാര്യത്തിനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി 100% ഉതവും. അത് നമ്മൾ ഉറപ്പ് പറയാം. ഞാൻ ഈ വീഡിയോയിൽ എടുത്ത് പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം കൂടെയാണ്. കാരണം ഈ വണ്ടിയുടെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ സ്വാധീനിച്ച കാര്യം വണ്ടിയുടെ മൈലേജും പെർഫോമൻസും ഇന്നത്തെ കാര്യങ്ങളൊക്കെയാണല്ലോ. അതിനപ്പുറം ഈ ഒരു കാര്യം കേട്ടോ. ഈ ശബ്ദം കൊണ്ട് നമ്മളെ കീഴടക്കിയ ചിലക്കും ആളുകളിലൊന്നാണ് യേശുദാസ്, അതുപോലെ RX, അതുപോലെ സ്പ്ലെൻഡർ. വണ്ടിയെക്കുറിച്ച് ഞാനിത്ര പറയുമ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെ മനസ്സിലാവുമെന്ന് അറിയാൻ പാടില്ല. 30 വർഷങ്ങൾക്ക് മുന്നേ ഒരാൾ ആദ്യമായിട്ട് വാങ്ങിച്ച, ഒരച്ഛൻ ആദ്യമായിട്ട് വാങ്ങിച്ച വണ്ടി, അതുപോലെ ഒരു മകൻ കോളേജിലേക്ക് പോയ വണ്ടി, ഒരു വൈഫ് ഒരു ഹസ്ബൻഡിന് അന്ന് സ്നേഹത്തോടെ സമ്മാനിച്ചൊരു വണ്ടി, അങ്ങനെ ഓരോ കുടുംബത്തിൻ്റെ എത്രമാത്രം ഇമോഷണലിലൂടെ കടന്നുപോയ വണ്ടികളാണ് ഹീറോണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ 2026 നിൽക്കുമ്പോൾ അവരുടെ ആ ഒരു ബ്രാൻഡും പേരും ഇത്രമാത്രം ആളുകൾ ഇഷ്ടപ്പെടുന്നത്. ഞാൻ പറഞ്ഞത് വണ്ടിയെ കുറച്ചും കൂടെ അടുത്തറിയുന്നവർക്ക്, വണ്ടിയെ കുറച്ചുകൂടെ മനസ്സിലാക്കുന്നവർക്ക് എന്നും ഒരു വികാരം തന്നെയാണ് സ്പ്ലെൻഡർ. അതുപോലെ തന്നെ ഒരു തലമുറയുടെ ഓർമ്മ കൂടിയാണ് സ്പ്ലെൻഡർ. ഞാൻ ഈ വീഡിയോ കൂടെ പറയാൻ ശ്രമിച്ചത്, എനിക്ക് എൻ്റെ മനസ്സിലെ ഒരു എക്സ്പ്രഷൻ, ഈ വണ്ടിയെക്കുറിച്ചുള്ള ഒരു ഇഷ്ടവും പിന്നെ ഈ വണ്ടി ഉപയോഗിച്ചവരുടെ അന്നത്തോടുള്ളൊരു റെസ്പെക്റ്റും, നമുക്കന്ന് വാങ്ങാത്ത, എൻ്റെ ചെറുപ്പത്തിലോ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ചെറുപ്പത്തിലോ ഇതുപോലത്തെ വണ്ടി കിട്ടാത്തതിൻ്റെ ചില സങ്കടങ്ങളും ഒക്കെ ആയിരിക്കും ഈ വീഡിയോ കൂടെ ഞാൻ പറയാം. കാരണം അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ കുറച്ചും കൂടെ റിലേറ്റ് ആയി. ഇപ്പം നമ്മൾ ഈ 31 വർഷത്തിന് ശേഷം ഈ വണ്ടി നമ്മുടെ കയ്യിൽ നമ്മൾ വാങ്ങിക്കുമ്പം നമ്മളവർ പറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കുക ചെയ്യുന്നത്. അങ്ങനെ ഒരു വിലയ്ക്ക് നമ്മൾ ഈ വണ്ടി വാങ്ങി, ഇതിപ്പോൾ ഫസ്റ്റ് ഓർഡറിൽ നമ്മൾ വാങ്ങിച്ച സെക്കൻഡ് ഓണർഷിപ്പ് നമ്മുടെ വിലയ്ക്ക് മാറ്റിയ വണ്ടിയാണ്. അപ്പം നമ്മളിത് വാങ്ങിക്കുമ്പം, നമ്മൾ വാങ്ങിച്ചിട്ട് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഉപയോഗിക്കുമെന്ന് പറയുമ്പം നമ്മളെപ്പോലെ ഉള്ള ഒരാൾ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നമ്മളൊക്കെ വണ്ടി എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത്തരം വർഷങ്ങൾക്ക് ശേഷം വണ്ടി നല്ലതായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട്. അതുപോലെ വണ്ടിയെ സ്നേഹിക്കുന്നവരുടെ റെസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതുപോലെയൊക്കെയുള്ള വണ്ടികൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ധൈര്യമായിട്ട് അയച്ചു കൊടുക്കുക. ഞാൻ ഉറപ്പ് പറയുന്നു, ഇന്നും ധൈര്യമായിട്ട് ഇതേ കയറുന്ന റോഡിൽ പോയാൽ ഒന്ന് നോക്കുക ആളുകൾ. അത് ആ വണ്ടിയുടെ ശബ്ദം കൊണ്ടും നമ്മുടെ മനസ്സുകൊണ്ടും അതിനുള്ള ഇഷ്ടം കൊണ്ടുമാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അടിപൊളി ഒരു വീഡിയോ ആയിട്ട്. സൈനിങ് ഓഫ് ബൈ രാഹുൽ.